എറണാകുളം അങ്കമാലി അതിരൂപതാ കേന്ദ്രത്തിൽ അരങ്ങേറിയ അരമന കയ്യേറൽ നാടകമടക്കം ക്രമസമാധാനം തകർക്കുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും ശിക്ഷാർഹമെന്ന് സീറോ മലബാർ സഭ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വൈദികരെ അനുകൂലിച്ച് കന്യാസ്ത്രീകൾ നിരത്തിലിറങ്ങിയാൽ കന്യാസ്ത്രീകളോടും വൈദികരോടുമുള്ള പൊതുസമൂഹത്തിന്റെ മതിപ്പ് കുറയാനേ ഇത്തരം സംഭവങ്ങൾ ഉപകരിക്കൂവെന്ന് സഭാ മീഡിയ കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് മനസ്സിലാക്കി ഏതുവിധേനയും അവ നേടിയെടുക്കാൻ ഒരു വിഭാഗം വൈദികർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതാ കേന്ദ്രത്തിൽ അരങ്ങേറിയ അരമന കയ്യേറൽ നാടകം. ക്രമസമാധാനം ലംഘിച്ച് പോലീസിനെ വെല്ലുവിളിച്ച് മുന്നേറിയപ്പോഴാണ് കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി അവധാനതയോടെ പോലീസ് വൈദികരെ അതിരൂപതാ കേന്ദ്രത്തിൽ നിന്ന് ഒഴിപ്പിച്ചത്. നിസാര പരിക്കു പോലും ഏൽക്കാത്ത ചില വൈദികരെ മെഡിക്കൽ പരിശോധന പോലും ഇല്ലാതെ ബസിലിക്ക അങ്കണത്തിൽ പ്രദർശനം നടത്തി. കുറെ സാധാരണ ജനങ്ങളുടെ വികാരം ആളിക്കത്തിച്ച് പോലീസിലും ജില്ലാ ഭരണകൂടത്തിലും സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും കണ്ടു. അനുസരണ വ്രതമെടുത്ത കന്യാസ്ത്രീകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വൈദികരെ അനുകൂലിച്ച് നിരത്തിലിറങ്ങിയാൽ ജനാഭിപ്രായം അനുകൂലമാകുമെന്ന ചാണക്യബുദ്ധി ദയനീയമായി പരാജയപ്പെട്ടു. കന്യാസ്ത്രീകളോടും വൈദികരോടുമുള്ള പൊതുസമൂഹത്തിന്റെ മതിപ്പ് കുറയാനല്ലാതെ ഈ സംഭവങ്ങൾ മറ്റൊന്നിനും ഉപകരിച്ചില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാത്രം പട്ടം കിട്ടിയ നവവൈദികരിൽ ചിലരും അതിരൂപതാ കേന്ദ്രത്തിന്റെ ഗേറ്റ് തകർക്കാനുണ്ടായിരുന്നു എന്നത് സഭയ്ക്കാകമാനം ദുഃഖകരവും അപമാനകരവുമാണ്. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ അതിരൂപതാധ്യക്ഷന്റെ ഭവനം കയ്യേറുക, പോലീസ് നടപടി അനിവാര്യമാക്കുക, പോലീസ് ഭീകരതയെന്ന് പ്രചരിപ്പിച്ച് ജനവികാരം ആളിക്കത്തിക്കുക എന്ന അജണ്ടയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഇതിന്റെയെല്ലാം യഥാർത്ഥ തുടക്കം സഭാ സിനഡിനെ അനുസരിക്കാനുള്ള കുറെ വൈദികരുടെ വിമുഖതയാണെന്ന് ഓർക്കുമ്പോൾ ആശ്ചര്യപ്പെടുകയാണ് പൊതുസമൂഹം. ക്രമസമാധാനം തകർക്കുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും നിയമപരമായി ശിക്ഷാർഹമാണെന്ന കാര്യം മീഡിയ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു.